അനാവശ്യമായിട്ട് ചുമ്മാ കയറി ഫൗൾ ചെയ്ത റഫറി ഇത് യെല്ലോ കാർഡും കൊടുത്തില്ല. അത് തന്നെയല്ല, റഫറി എന്തോ കാണിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു വട്ടം 3 വട്ടം ഫൈനലിൽ കയറി, 3 വട്ടം പൊട്ടി. അവസാനത്തെ ടൈമിൽ എടുക്കേണ്ട എഫേർട്ട് ആദ്യത്തെ കുറച്ച് ടൈമിൽ എടുത്തിരുന്നതിൽ കളി സിമ്പിളായിട്ട് നമുക്ക് ജയിക്കാമായിരുന്നു. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ മത്സരം തുടക്കം കളിച്ചെന്ന് പറഞ്ഞാലും ആദ്യത്തെ കളി പൊട്ടിയിട്ടല്ലേ ബ്ലാസ്റ്റേഴ്സ് സാധാരണ ഫൈനലിൽ കയറാറുള്ളത്. ഇപ്പം പ്രതീക്ഷിക്കാം. അപ്പോൾ വിശ്വാസമുണ്ട് ബ്ലാസ്റ്റേഴ്സ്. കാരണം ലൂണ തിരിച്ചു വന്നാൽ കുറച്ചുകൂടെ ബ്ലാസ്റ്റേഴ്സ് ബെറ്റർ ആകും. കാരണം പുള്ളി ഇല്ലെങ്കിൽ ടീമിന്റെ പകുതി ഇത് പോയ കൂട്ടാണ്. കാരണം ഡിഫൻഡ് പൊട്ടിക്ക്. കാരണം ഈ വട്ടം ഇന്നത്തെ കളി കണ്ടതെന്ന് വെച്ചാൽ ഹാഫ് ടൈമിൽ നല്ല കളിയായിരുന്നു, ഫസ്റ്റ് ഹാഫ് വെടിക്കെട്ട് കളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡിഫൻസ് പൊട്ടി. പിന്നെ അങ്ങ് പെട്ടെന്ന് അവന്മാർ ഗോൾ അടിച്ചിട്ട് ഇങ്ങ് പോകുമായിരുന്നു. അതാ പറ്റിപ്പോയത്. പിന്നെ അനാവശ്യമായിട്ട് ചുമ്മാ കയറി ഫൗൾ ചെയ്ത റഫറി ഇത് യെല്ലോ കാർഡും കൊടുത്തില്ല. അത് തന്നെയല്ല, റഫറി എന്തോ കാണിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രതീക്ഷ വെക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വട്ടം 3 വട്ടം ഫൈനലിൽ കയറി, 3 വട്ടം പൊട്ടി. ഈ വട്ടം ഫൈനലിൽ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കപ്പെടുക്കുമെന്ന് അറിയത്തില്ല. എടുക്കാൻ നല്ലതായിരുന്നു. പ്രതീക്ഷയുണ്ട്, കപ്പടിക്കണമെന്ന് പ്രതീക്ഷയുണ്ട്. കപ്പടിക്കണം തന്നെയാണല്ലോ, കപ്പടിക്കണം തന്നെയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം രാവിലെ ഇപ്പൊ ഇറങ്ങിയതാന്നല്ലേ. ഇപ്പം 2 മണിക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങള് 9:10 ഇറങ്ങിയതാണ്. ട്രെയിൻ 2 മണിക്കുള്ളൂ. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ്, അതായത് 85 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തോന്നല വെച്ച് 85 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കളി ശരിക്കും പുറത്തോട്ട് വന്നത്. 3 ഗോളും പറഞ്ഞത് 85 മിനിറ്റ് കഴിഞ്ഞ ഇഞ്ചുറി ടൈമിലാണ് 2 ഗോൾ വന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ നല്ലോണം ഉണ്ടായിരുന്നു.